മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിനോട് ഒരു വാക്ക്. ഇപ്പൊ ബ്ലോഗ് എഴുത്തിന്റെ കാലമാണ്. ഒരുപാട് ബ്ലോഗുകൾ ഇപ്പോൾ എഴുതി. കൂട്ടത്തിൽ ഇന്നലെയും എഴുതിയ ബ്ലോഗ്, മോഡിജി സർക്കാർ നോട്ട് പിൻവലിച്ചതിന്റെ ഭാഗമായി മോഹൻലാൽ ഇന്നലെ എഴുതിയ വരികൾ: ബാറുകളിൽ, തിയേറ്ററുകളിൽ, ആരാധനാലയങ്ങളിൽ ക്യൂ നിൽക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് അല്പനേരം ബാങ്കുകളിലും ATMകളിലും ക്യൂ നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. സർ, എന്ത് അസംബന്ധമായ ചോദ്യമാണ് സർ ചോദിക്കുന്നത്? താങ്കൾ ഒരു നല്ല നടൻ, മറ്റുള്ളവർ എഴുതിയ കഥകളിലെ നല്ല നടനാവാൻ താങ്കൾക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ താങ്കൾക്ക് ഇന്ന് വരെ നല്ലൊരു മനുഷ്യനാകാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അതിന്റെ തെളിവുകൾ, ഒരുപാട് തെളിവുകൾ വന്ന കൂട്ടത്തിലാണ് ഇന്നലെയും. സാർ ഒന്നും മനസ്സിലാക്കണം. 1978 തിരനോട്ടം എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ താങ്കൾ ഇന്ന് പുലിമുരുകനും ഒപ്പവും വരെ എത്തിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് സിനിമകൾ, കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് പവറാലിറ്റി, പണം താങ്കളുടെ കയ്യിലുണ്ട് സർ. താങ്കൾ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 2 മാസങ്ങൾക്ക് മുമ്പ് 3300 കോടി ഇന്ത്യൻ റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്ത് കുവൈറ്റ് എന്ന രാജ്യത്ത് പെട്രോളിയം കമ്പനിയുമായി ഇൻവെസ്റ്റ് ചെയ്ത് അവരുമായി കരാർ ഒപ്പിട്ട് പോയ ആളാണ് സർ താങ്കൾ. താങ്കൾക്ക് കള്ളപ്പണം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ താങ്കൾ ഇന്ന് വലിയൊരു കോടീശ്വരനാണ് സർ. ജീവിതത്തിലുടനീളം 10, 18, 20 വയസ്സായ പെൺകുട്ടികളോടൊത്ത് ആർമാദിച്ചും സുഖിച്ചും ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മദ്യവും സേവിച്ച് ജീവിതത്തിൽ ഇന്ന് വരെ ദുഃഖവും പ്രാരാബ്ധവും വേദനയും വിഷമവും അറിയാതെ ജീവിച്ചു പോയ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സർ ഇത് എഴുതണം. പകലന്തിയോളം പണിയെടുത്ത് 500ഉം 1000ഉം കൂലി വാങ്ങി ആ കൂലി കൊണ്ട് വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് അരി വാങ്ങാൻ പറ്റാതെ, കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ദരിദ്രരായ ആളുകൾ ബാങ്കിൽ പോയി ദിവസങ്ങളോളം ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അതിനെതിരെ താങ്കൾ എഴുതണം സർ. താങ്കൾ എഴുതിയ വരികൾ കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം അതിനെ ഏറ്റെടുത്തു എന്ന് താങ്കളൊന്ന് മനസ്സിലാക്കണം സർ. ദിവസങ്ങളോളമായി സാർ പട്ടിണി കിടക്കുകയാണ്. 58 മരണമാണ് സംഭവിച്ചത്. 58 മരണം. അതിൽ സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച പണം, കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ച പണം മാറാതെ വരുമ്പോൾ അത് സഹിക്കാൻ വഴിയാതെ ആത്മഹത്യ ചെയ്തവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു സർ. താങ്കൾ ആ രോദനമൊന്ന് കാണണം. താങ്കൾ ബ്ലോഗ് എഴുതുമ്പോൾ പാവങ്ങളായ മനുഷ്യരുടെ കണ്ണീരൊന്ന് കാണണം സാർ. ജീവിതത്തിൽ അതിന് ഇതുവരെ ഞങ്ങൾക്ക് എന്താണ് വേദന എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല സാർ. എന്താണ് പട്ടിണി എന്ന് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവില്ല സാർ. നിങ്ങളെ ഉണ്ടാക്കിയെടുത്തതും ഈ ജനങ്ങൾ തന്നെയാണ്. മോഹൻലാൽ എന്ന നടൻ ഈ ദൈവത്തിൽ നിന്നും ഡയറക്റ്റ് പ്രത്യക്ഷപ്പെട്ട നടനല്ല, ജനങ്ങൾ ഉണ്ടാക്കിയെടുത്ത നടനാണ് സാർ താങ്കൾ അത് വളരെയധികം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ദ്രോഹപരമായി സംസാരിക്കാൻ നിൽക്കരുത് സാർ. വളരെ വിഷമമുണ്ട് സാർ. ഇങ്ങനെയുള്ള ബ്ലോഗ് എഴുതുമ്പോൾ വളരെ വിഷമമുണ്ട് സാർ.